ഞങ്ങൾ വെറുതെ ക്ലിപ്പ് മുറിക്കാന്ന് പറഞ്ഞാല് ഒരു 4 മണിക്കൂറിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. ആ സാധനം മുറിക്കാതെ വെക്കാൻ പറ്റും. അത് നിങ്ങൾ തന്നെ തുടങ്ങിയത്, ഞങ്ങളതിനും വന്നിട്ടില്ല. ഞങ്ങളതിനോട് താപിയായതാ. ഒന്ന് കേട്ട് നോക്കൂ നിങ്ങൾ. മദീനത്തെ പള്ളി, കൈതപ്പൊയിലെ പള്ളി ഒന്നാക്കുന്നത് വലിയ അൽ ഹാഫിദുൽ കബീർ അബ്ദുറഹ്മാൻ അൽ ഖതീബ് അൽ ബഗ്ദാദി മൂപ്പര് എഴുതിയ കിതാബാണ്. 14,500 മഹത്തുക്കളുടെ ചരിത്രമായിരുന്നു. ഇങ്ങനെ എത്ര ഗ്രന്ഥങ്ങൾ സുബ്ഹാന ജല്ല ജലാലുഹു താരീഖിന്റെ ഗ്രന്ഥങ്ങൾ അതിവിപുലമാണ്. അങ്ങനത്തെ ആ താരീഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമ്മൾ AP ഉസ്താദിനെ പോലത്തൊരു ആലിമ് അടുത്ത നൂറ്റാണ്ടുകൾ എവിടെയെങ്കിലും കഴിഞ്ഞതും ചരിത്രത്തിൽ കാണാനില്ല. അത്രയും വലിയ ഒരു ഹല്ലും വാഫിർ അല്ലാഹു തആല കൊടുത്ത മഹൽ വ്യക്തിയാണ് ഉസ്താദ്. ഞാൻ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളൊക്കെ സൂക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഓർമ്മ വരാൻ കാരണമാകുന്ന മദീനത്തെ പള്ളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കണ ഈ പള്ളി. ഒരുപാട് സംഗതിക്ക് ഇത് കാരണമാണ്. മദീനത്തെ പള്ളിയാണ് മർക്കദിലെ പള്ളി എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മേലെ ചോറുണ്ടാക്കണ്ട, ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയാൻ ബലി എന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ഞാൻ അതല്ല പറഞ്ഞത്. ആ മദീനത്തെ പള്ളിയെ ലോക മുസ്ലിമീങ്ങൾ കാണുന്നത് പോലെ മുസ്ലിം സമൂഹം കാണുന്ന പള്ളിയാണ്, സംശയം വേണ്ട ഈ പള്ളി. ഏത് പള്ളി? കോഴിക്കോട് ജില്ലയിലെ കൈതപ്പൊയിലിലെ പള്ളി. മദീനത്തെ പള്ളിയെ പോലെ ലോക മുസ്ലിമീങ്ങൾ കാണുന്ന പള്ളി. മദീനത്തെ പള്ളിയുടെ മഹത്വം എന്താ? ആ പള്ളിയെക്കുറിച്ച് പറഞ്ഞത് സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ, എന്റെ പള്ളിയിലുള്ള ഈ ഒരു റക്അത്ത് നിസ്കാരം, എന്റെ ഈ പള്ളിയിലെ ഒരു റക്അത്ത് നിസ്കാരം 1000 റക്അത്ത് മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒന്നത് കേട്ടോ. പിന്നെ അവിടത്തെ പ്രത്യേകമായൊരു സ്ഥലമുണ്ട്, റൗളത്തും മിർ റിയാദിൽ ജന്ന. ഹബീബായ തങ്ങൾ ഏറ്റവും കൂടുതൽ നിൽക്കുകയും നടക്കുകയും ചെയ്ത മാബൈന ഖബരി വ മിംബരി റൗളത്തും മിർ റിയാദിൽ ജന്ന സദഖ റസൂലുള്ളാഹി. എൻ്റെ ഈ മിമ്പറിന്റെയും എൻ്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗളയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗ്ഗത്തോപ്പാണ്. മാത്രമല്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ കവിള് തട്ടിക്കിടക്കുന്ന മദീനയുടെ മണ്ണ് അർശിനേക്കാൾ പവറുണ്ട് അതിന്. അഫ്ളലു ബിഖാഇൽ അർളി, ലോകത്തുള്ള സർവസ്ഥലങ്ങളിൽ അതേറ്റവും മഹത്വമുള്ളതാണ്. ഈ മദീനത്തെ പള്ളിയാകാൻ എങ്ങനെ കഴിയും? എന്നിട്ട് ലോക മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്, ലോക മുസ്ലിമീങ്ങൾ വിവരം അറിയുന്നേ. കേരളത്തിലുള്ള കേവലം ചില ആളുകൾ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞ പോലെ തന്നെ പിന്നെ പോട്ടേക്ക, ഈ പിന്നെ വാരിസൊന്നുമില്ലല്ലോ. ഇന്ത്യൻ പോയിട്ട് കേരളത്തിൽ തന്നെ ഒരു 4-5 ആൾക്കാരല്ലേ ഇത് പറയുന്നുള്ളൂ. ഇത് പറയുന്നവർക്ക് തന്നെ അതിൽ വിശ്വാസമുണ്ടോ? ഇപ്പൊ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാ പറയുന്നത്. മൂപ്പർക്ക് ഒരിക്കലും അതിൽ വിശ്വാസമല്ല. മൂപ്പര പറയുന്ന വാക്കുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. പച്ചയായ ഫിസ്ഖാണതിൽ പറയുന്നത്. ഇവരൊക്കെ അങ്ങനെ തന്നെ. ഇനി കുറ്റ്യാടിയിലെ മുസ്ലിയാരായി, അവരൊക്കെ എന്താ ചെയ്തു വെക്കുന്നത്? അവരെ കയ്യിൽ ചില സാധനങ്ങളുണ്ട്, ചില വീഡിയോകൾ. അത് വെച്ച് അബൂബക്കർ മുസ്ലിയാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത്, ആ ബ്ലാക്ക് മെയിലിലൂടെ ഇവരുടെ തെറ്റായ ആശയം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സ്വന്തം ഉസ്താദിനോട് പോലും കാട്ടുന്നതാ. ഞങ്ങളുടെ കയ്യിൽ എല്ലാ രേഖയും ഉണ്ടതില്ലേ. നിങ്ങൾ ഏത് വീഡിയോ കൊണ്ടാണോ അവരെ മറികടന്ന് നിങ്ങളെ തീരുമാനം എടുക്കുന്നത്, അതേ സാധനങ്ങൾ അതിലുണ്ട്. മനസ്സിലായോ?
അപ്പൊ ഉസ്താദിനെ തന്നെ ഈ രൂപത്തിൽ ശിഷ്യന്മാർ ചെയ്യുകയും ആ ശിഷ്യന്മാർക്ക് തന്നെ വിശ്വാസമല്ല, എന്നിട്ട് ആളുകളോട് പറയുന്നു ഇത് ഗ്രാൻഡ് മുഫ്തിയാണ്, ലോക മുസ്ലിമീങ്ങൾ പിന്നെ എല്ലാവരും മദീനയായി കാണുന്ന പള്ളിയാണ്. സുബ്ഹാനല്ലാഹ്, ഇതെത്ര നിന്ദിക്കലാണ് മദീനയെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി പോലെ ആകാൻ വേറെ പള്ളിക്ക് കഴിയുമോ? അതിബ്ബാഉൽ ഖുലൂബാകാൻ കഴിയുമോ? ഇനിയിപ്പോ ദാ സിറാജ് വേറൊരു പള്ളി വരുന്നുണ്ട്, ആ പള്ളി ഇനി മസ്ജിദുൽ ഹറാമാവാൻ പോവാ. ഇത് സിറാജ് ദിനപത്ര 2 ദിവസം ആയിട്ടുള്ളൂ. 2025 ഫെബ്രുവരി 1 ശനിയിൽ സിറാജ് പത്രം. അതിലൊരു കാണാൻ വാർത്ത, നവീകരിച്ച മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദ് സമർപ്പണ സമ്മേളനം സ്വലാത്ത് നഗറിൽ. ഒക്കെ ഗ്രാൻഡാ. ഈ നോളേജ് സിറ്റി ഒക്കെ എത്ര വലിയ സംഭവമാക്കി മദീനത്തെ പള്ളി ആക്കി വെക്കണെന്തിനാ? അവിടെ ഒരു ഗ്രാൻഡ് മക്കാമുണ്ടാക്കാനാ. എന്നിട്ട് വേണം മമ്പറത്തും മടവൂരൊക്കെ പോകുന്ന ആളുകൾ അങ്ങോട്ടൊഴുകണം. സഹോദരങ്ങളെ, ആളുകൾ, പൊതുജനങ്ങൾ, അവരെ ഹൃദയങ്ങൾ കീഴടക്കിയവരെ ഔലിയാക്കന്മാര്. ആ ഔലിയാക്കന്മാരെടുത്ത് ആളുകൾ പോകുന്നത് നമ്മളെ സർക്കുലർ കൊണ്ട് തടയാനാകൂ? ഇപ്പൊ ശരീഅത്തൊക്കെ നോക്കി ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഔലിയാക്കന്മാരുണ്ട്. മഹാനായ കോയപ്പാപ്പ റളിയല്ലാഹു അൻഹു, ശംസുൽ ഉലമായി താജുൽ ഔലിയ ആണ് എന്ന് പറഞ്ഞ കോയപ്പാപ്പ റളിയല്ലാഹു അൻഹു, ആ കോയപ്പാപ്പ അല്ലെങ്കിൽ നമ്മളെ തൃപ്പനച്ചി ഉസ്താദ് റളിയല്ലാഹു അൻഹു, നിങ്ങളെല്ലാവരും കൂടി തീരുമാനിക്കുക, എന്ത്, ഇനി ആരും അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മുടെ ഗ്രാൻഡ് മസ്ജിദും ഗ്രാൻഡ് മക്കാമൊക്കെ വരുന്നുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് വരണം. നടക്കോ? മടവൂരിലേക്ക് അടുത്ത ആണ്ടിന് ആരും വരണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. നടക്കോ? ആളുകൾ പിറ്റേന്നും അങ്ങോട്ട് തന്നെ പോവുള്ളൂ. കാരണം അവരുടെ ഹൃദയങ്ങൾ അത് ആകർഷിക്കപ്പെടുന്ന സ്ഥലമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. വലിയല്ലാത്ത ഒരാളെ ഹദറത്ത് പോകണമെന്ന് സർക്കുലർ ഇറക്കിയതൊന്നും കാണാൻ കാര്യമില്ല. വലിയായ ഒരാളെ ഹദറത്തിലേക്ക് പോകരുത് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ഇനി നവീകരിച്ച മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദിൽ എന്തൊക്കെയുള്ളതെന്നാ വലിയ സംഭവമാണ്. നിങ്ങൾ മനസ്സിലാക്കിയാന്നറിയില്ല. എന്നിട്ട് ഇതിലിങ്ങനെ പറയുന്നത് കാണാ, മക്കയിലെ ഹറം മസ്ജിദിന്റെ മിനാരങ്ങളോട് സാമ്യം പുലർത്തുന്ന 125 അടി ഉയരമുള്ള 4 മിനാരങ്ങൾ ഗ്രാൻഡ് മസ്ജിദിന്റെ ആകർഷണീയതയാണ്. ആ മക്കത്തെ മിനാരായിട്ടോ. ഇനി ബാക്കി മദീനത്തെ പ്രവാചകന്റെ പള്ളിയിലെ കുബ്ബകളെ അനുസ്മരിപ്പിക്കുന്ന 4 കുബ്ബകളും മസ്ജിദിനെ പ്രൗഢമാക്കുന്നു. പച്ചക്കുബ്ബ മദീനത്ത് പോയ 1 കിട്ടൂ, ഇവിടെ 4 എന്നിട്ടോ റിമോട്ടിൽ ചലിക്കുന്ന മിമ്പറും ഖുർആൻ ലിപികളാലുള്ള കാലിഗ്രാഫിയും പള്ളിയെ വേറിട്ട് നിർത്തും. അപ്പൊ ഇങ്ങനെ ഞാൻ ആ ഹദീസ് ഇങ്ങനെ ഓർത്തു, അതിലേക്ക് വരെ ബാക്കി വായിക്കട്ടെ. ഭിന്നശേഷി സുഹൃത്തുക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക സൗകര്യങ്ങളുമുണ്ട്. കഴിഞ്ഞിട്ടില്ല, ബാക്കി കേട്ടോ. സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിനും മുലയൂട്ടുന്നതിനും പ്രത്യേകം സൗകര്യമുണ്ട്. ആ വായിച്ച ഒന്നുകൂടി ക്ലിയർ ചെയ്യാണ്ട്. സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിനും മുലയൂട്ടുന്നതിനും വിശ്രമിക്കുന്നതിനും സൗകര്യങ്ങളുണ്ടാകും. ചെങ്ങൈമാരെ, ആ സമയത്ത് അതാണ് കൊടുത്താൽ പോരാ, അത് പേപ്പറിൽ എഴുതണം. ഒരു പള്ളിന്റെ പരസ്യമാണ് പെണ്ണിന് മുലയൂട്ടാൻ സൗകര്യമുണ്ട്. നിങ്ങളല്ലേ യുക്തിവാദികൾക്ക് മുമ്പിൽ ഈ സമൂഹത്തെ പറയിപ്പിക്കുന്നത്? എന്താ ഇപ്പം നിങ്ങളെ കഥ? അതാ വീട്ടിൽ നിന്ന് കൊടുത്ത് പോന്നാൽ പോലെ. ഇനി ബാക്കി തൊയ്റുസ്താ വിശദീകരിച്ചോളും, ഞാൻ ഇപ്പം അതിലേക്ക് പോകണില്ല. നിങ്ങൾ മനസ്സിലാക്കി എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ പള്ളിയാവുമ്പോൾ മസ്ജിദുൽ ഹറാം, ഈ മസ്ജിദുൽ അഖ്സ എവിടെ വരുന്ന നോക്കി പഠിക്കും. ഇവര് അതിബ്ബാഉൽ ഖുലൂബ്, ഇവർക്കില്ലാത്ത എല്ലാ കുറ്റാടിയില്ല സാധ്യത എന്ന് പറയുന്നു. മസ്ജിദുൽ അഖ്സ എന്തുവാകും ഇവിടെ? അപ്പൊ ഇവിടെ ഈ അവകാശവാദങ്ങളാണ് ഈ രൂപത്തിൽ സംഗതി ആകെ പ്രശ്നമാക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇനി വരെ അതിബ്ബാഉൽ ഖുലൂബും വാരിസുമൊക്കെയായി
പിന്നെ അവർക്ക് ഒരു പ്രത്യേക കഴിവ് കൂടിയുണ്ട്. എല്ലാ ഔലിയാക്കളുടെ വിലായത്ത് ഊരാനും വിലായത്ത് കൊടുക്കാനും ഇവർക്ക് അധികാരമുണ്ട് എന്നാണ് അവൻ പറഞ്ഞപ്പോ ഇവിടെ. എങ്ങനെ പറയാൻ കാരണം, ഇവര് ശരിയല്ല എന്ന് പറഞ്ഞ ചില മശായിഖന്മാരുണ്ടായിരുന്നു. ഇവര് ശരിയല്ല അറിഞ്ഞോലാണ് അധികമുള്ളത്. പക്ഷേ ശരിയല്ല എന്ന് ഇവര് പറഞ്ഞ ഔലിയാക്കന്മാര് തന്നെ ഇവര് പറയും ശരിയല്ല, യഥാർത്ഥത്തിൽ ശരിയായിരിക്കുമല്ലോ. ആ ഔലിയാക്കന്മാരെ അടുത്ത് ഇവര് രാത്രി പോകും. വലിയ വലിയ ആൾക്കാർ രാത്രി പോകും. ആൾക്കാരോട് പറയും അങ്ങോട്ട് പോകരുത്, ഞങ്ങളാണ് അത്തിബാവുൽ ഖുലൂബ്. അത്തിബാവുൽ ഖുലൂബ് അല്ലാന്ന് ഓനേതായാലും അറിയാലോ ഈ പറയുന്ന ആക്ക്. അതുകൊണ്ട് തന്നെ രാത്രി പോകും. രാത്രി പോയിട്ട് ഇതാ പരിപാടി, ഒറ്റക്ക് പോയി അപ്പറഞ്ഞ മശായിഖന്മാരെ അടുത്തുനിന്ന് എല്ലാ പൊരുത്തും വാങ്ങാൻ ശ്രമിക്കും. കാലിന്റെ ചുവട്ടിലിരിക്കും, ചായ കുടിച്ചതിന്റെ ബാക്കി കുടിക്കും, മാലയിട്ട് കൊടുക്കും, അവരെ മുമ്പിൽ വിനയത്തോടെ ഇരിക്കും. ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട വീഡിയോ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട് കേട്ടോ, ഞങ്ങൾ മുഴുവനായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ വിളിച്ചതല്ലേ, നിങ്ങൾ വരി, ഉത്തരവാദിത്തപ്പെട്ട ഒരു 4 ആള് വരി. 4 ആള് വന്നാൽ ആ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. കൂട്ടത്തിൽ നിങ്ങളെ നേതാക്കന്മാര് മറ്റ് നേതാക്കന്മാരെ കുറിച്ച് പറയുന്ന ഫിസ്കാരോപണങ്ങൾ, തെറി, അതൊക്കെ ഞങ്ങൾ കേൾപ്പിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഇത് രണ്ടും വിലയിരുത്തി, ഇതുവരെ വന്നിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ ഞങ്ങളെ ഉസ്താദുമാർ അങ്ങനെയുള്ള ആളുകളെ അടുത്ത് പോയിട്ടുണ്ടാവും, സംശയമൊന്നുമില്ല, അങ്ങനെ വീഡിയോയും ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ പോയ കാലം മൂപ്പർക്ക് വിലായത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്ത് ചെയ്തു? വിലായത്ത് ഊരപ്പെട്ടു. അപ്പൊ വില കഴിവെത്രയാണ്? വിലായത്ത് ഊരിയതും കൊടുക്കുന്നൊക്കെ അറിയണമെങ്കിൽ അത്തിബാവുൽ ഖുലൂബിന്റെ മേലെ പോകണം. അവകാശവാദങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. വ്യാജന്മാർ, കള്ള ശരീഅത്തുകാർ, കള്ള ത്വരീഖത്തിന്റെ പേരിൽ കള്ളത്തരം പറയുന്നവർ പറയുന്നു. നോക്കൂ, ഒരു വ്യാജ ഉലമാ വിലായത്തുള്ള പിൻവലിക്കാൻ ഒരു കാലത്ത് ചിലപ്പോ നിങ്ങൾ ഉസ്താദന്മാരൊക്കെ അവിടെ പോയി